Hi children, welcome back to Social Studies class. We are studying lesson 2, diversity and discrimination. In the previous class, we have seen how some of the people were ill-treated or how there was inequality and discrimination people faced so many years back. അപ്പോൾ പഴയ കാലത്ത് ആളുകളെ എങ്ങനെയാണ് അൺടച്ചബിൾസ് അല്ലെങ്കിൽ ദളിത് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഇനീക്വാലിറ്റി അക്കോർഡിംഗ് ടു ദ വർക്ക് കാസ്റ്റ് അല്ലേ ഇങ്ങനെയുള്ള ബേസിസിൽ ആളുകളെ എങ്ങനെ വേർതിരിച്ചു കണ്ടിരുന്നു അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ദീസ് ഓൾ വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ് അല്ലേ ആൻഡ് ടുഡേ ലെറ്റ് us study more about these and let us study about the father of Indian Constitution. It's considered the father, that is the father of Indian Constitution, that is Dr. B.R. Ambedkar. So let us study more about Dr. B.R. Ambedkar. Children, we have already seen in the previous class how the discrimination or how the caste system or inequality have been followed in India before independence. ഇപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമുള്ള അനാചാരങ്ങൾ അയിത്തം എന്ന് പറയും അൺടച്ചബിൾ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ലോവർ കാസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലീനിങ് വർക്കുകളും മറ്റും ചെയ്യുന്ന ആളുകളെ അവർ തരം താഴ്ത്തി കണ്ടിരുന്നു. അപ്പോൾ അവരെ ടച്ച് ചെയ്യാൻ പാടില്ല, അവർ ദൂരെ മാറി നിൽക്കണം. ഇങ്ങനെയുള്ള ഉയർന്ന സമുദായങ്ങളിലുള്ളവർ അല്ലെങ്കിൽ ഉയർന്ന ജോലികളൊക്കെ ചെയ്യുന്നവർ പോകുമ്പോൾ അവർ ദൂരെ മാറി നിൽക്കണം. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ദിസ് വാസ് എ ബിറ്റർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളൊക്കെ മനുഷ്യർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോ അംബേദ്കർ വാസ് സച്ച് പേഴ്സൺ. ഹി വാസ് ഓൾസോ ബിലോങ്ഡ് ടു എ കാസ്റ്റ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് അൺടച്ചബിൾ. അപ്പോൾ അദ്ദേഹമായിരുന്നത് മഹർ എന്ന് പറയുന്ന സമുദായത്തിലായിരുന്നു. MAHAR മഹർ. അതായത് മഹാരാഷ്ട്രയിൽ മഹർ എന്ന് പറയുന്ന സമുദായം അത് മഹാരാഷ്ട്രയിലൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. It is considered as untouchables in the Bombay Presidency. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അദ്ദേഹം മഹർ എന്ന സമുദായത്തിലാണ് അദ്ദേഹം ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ അത് മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ ബോംബെ പ്രസിഡൻസിയിൽ അൺടച്ചബിൾ അല്ലെങ്കിൽ അതൊരു മഹർ എന്ന് പറയുന്നത് അത് അൺടച്ചബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. സോ ഹി വാസ് എക്സ്പീരിയൻസ്ഡ് എ ബിറ്റർ വൺ വെൻ ഹി വാസ് 9 years old. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് 9 വയസ്സേ ഉള്ളൂ. His father was working in Koregaon in that a place in Maharashtra. അപ്പോൾ മഹാരാഷ്ട്രയിലെ കോറിഗാവ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാദർ വർക്ക് ചെയ്തിരുന്നത്. His father was working there and he and his brothers they went to this place to meet his father. And in the railway station his father said he will come to pick these children, or he sent his vehicle or people to pick these children. അപ്പോൾ അദ്ദേഹം നേരിട്ട് വരികയോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകാൻ ആളയക്കുകയോ ചെയ്യുമെന്ന് അദ്ദേഹത്തിൻ്റെ ഫാദർ പറഞ്ഞു. ആസ് ദേ വെന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് they were waiting to his father. അപ്പോൾ ഒന്നുകിൽ അച്ഛനെയോ അല്ലെങ്കിൽ അച്ഛനയക്കുന്ന വണ്ടിയോ കാത്ത് ഇവർ നിൽക്കുകയായിരുന്നു. ആസ് ദീസ് ചിൽഡ്രൻ വെയർ വെൽ ഡ്രസ്ഡ്. അപ്പോൾ ഇവർ നല്ലതായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഒരു കണ്ടാൽ നല്ല ഇതിലൊക്കെ ആയിരുന്നതുകൊണ്ട് ദ സ്റ്റേഷൻ മാസ്റ്റർ ആസ് ദീസ് ചിൽഡ്രൻ വെയർ വെയിറ്റിംഗ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ വാസ് ആസ്കിങ് വൈ യു ആർ വെയിറ്റിംഗ് ഹിയർ ആൻഡ് ദേ വെയർ ടെല്ലിംഗ് ദാറ്റ് ദേ വെയർ വെയിറ്റിംഗ് ഫോർ ദെയർ ഫാദർ. അപ്പോൾ അച്ഛനെ അന്വേഷിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ ആളെ അയക്കും അല്ലെങ്കിൽ വണ്ടി അയക്കും എന്നവർ പറഞ്ഞു. ആൻഡ് ടൈം വാസ് ഗോയിങ്. അപ്പം അവേഴ്സ് പാസ്റ്റ്, മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വരാതിരുന്നത് കൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർ വെന്റ് ഔട്ട്സൈഡ് ആൻഡ് ആസ്കിങ് ദിസ് ചിൽഡ്രൻ. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ആസ് ദീസ് ചിൽഡ്രൻ വെർ സോ വെൽ ഡ്രസ്ഡ് ആൻഡ് ലുക്കിംഗ് സോ സ്മാർട്ട് ദ സ്റ്റേഷൻ മാസ്റ്റർ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദേ വെർ ഫ്രം ദിസ് അൺടച്ചബിൾ ഗ്രൂപ്പ്. അപ്പോൾ ഇവരെ ഒരു മഹർ സമുദായത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല സ്റ്റേഷൻ മാസ്റ്റർ. And these children were, while asking about this whereabouts, അവരെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററോട് they were telling that they were from a Mahar caste. Suddenly the station master's face so changed. അപ്പോൾ എന്തോ ഒരു ഭയന്നിട്ടെന്ന പോലെ അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടാത്തവർ പോലെ ആയി അദ്ദേഹത്തിൻ്റെ മുഖഭാവം. And this station master soon he went inside. And this
children were waiting so many time there. So many hours they were waiting. അപ്പോൾ കുറേ നേരം ഇവർ അതപ്പോൾ ഇത് അൺടച്ചബിൾ പെട്ടവരാണ്, ഇവർ ഇങ്ങനെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെന്ന് അറിഞ്ഞപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഏതോ ഒരു അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അല്ലെങ്കിൽ എന്തോ അരുതാത്തത് സംഭവിച്ചതുപോലെ he went inside. And these children they were so small children, they were waiting in the railway station so many hours and it was evening. അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി, അതുകൊണ്ട് വീണ്ടും സ്റ്റേഷൻ മാസ്റ്റർ തിരിച്ചു വന്നു. ഹി വാസ് ആസ്കിങ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ സമയത്തെന്ന് ചോദിച്ചു. ദിസ് ചിൽഡ്രൻ വേർ ടെല്ലിങ് ഇഫ് വി ഗെറ്റ് എ വെഹിക്കിൾ വി ക്യാൻ ഗോ ദെയർ. അപ്പോൾ കുറേ ബുള്ളറ്റ് കാർഡ്സുകൾ, അന്നത്തെ കാളവണ്ടിയും മറ്റുമാണ്, അപ്പോൾ ബുള്ളറ്റ് കാർഡ്സുകളൊക്കെ അവിടെ കിടപ്പുണ്ട് നിരന്ന്. പക്ഷേ and the cart men were not willing to take these children as they were belonging to the so called untouchable. അല്ലേ? അപ്പം അന്ന് വിളിച്ചിരുന്ന ഈ താഴ്ന്ന ജാതിയിലുള്ളവരായതുകൊണ്ട് ഈ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയുള്ള വണ്ടിക്കാരും തയ്യാറായില്ല. So this was a bitter experience, a painful experience by അംബേദ്കർ. അംബേദ്കറിന് അന്നത്തെ ഈ എക്സ്പീരിയൻസ് അദ്ദേഹത്തെ വളരെയേറെ വേദനിപ്പിച്ചു. അല്ലേ? അവരുടെ കുറ്റം കൊണ്ടാണോ അവർ ആ കാസ്റ്റിൽ വന്നത്? അല്ലേ? മനുഷ്യരെ വന്ന് ജനിക്കുന്നത് പല സമൂഹങ്ങളിലാവാം, പല കുലങ്ങളിലെ ജാതിയിലൊക്കെ ആവാം. ഇറ്റ് ഈസ് നോട്ട് അവർ ഫോൾട്ട്. അതൊക്കെ നമ്മുടെ കുറ്റമല്ല. അല്ലേ? അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ജാതി തിരിവ്, ഇങ്ങനെയുള്ള ബിറ്റർ എക്സ്പീരിയൻസുകളെ ധാരാളം മനുഷ്യർ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അംബേദ്കർ വാസ് വൺ സച്ച് പേഴ്സൺ and he is considered the father of our Indian constitution. അപ്പോൾ അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് he was the first person from his caste who completed his college education. അല്ലേ? അപ്പോൾ ഇങ്ങനെ താഴ്ന്ന ജാതിയിലൊന്നുള്ള കുട്ടികളെ ഹയർ എഡ്യൂക്കേഷൻ അനുവദിച്ചിരുന്നില്ല. അവര് അങ്ങനെയുള്ള ചാൻസ് as they were belong to the many of them were the poor family. അല്ലേ? അപ്പം അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും അങ്ങനെയുള്ള ഫാമിലിയിൽ നിന്നുള്ളവരെ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ മറ്റുമൊന്നും അവർ ശ്രമിച്ചിരുന്നില്ല, അവർക്ക് അതിനുള്ള അവസരം കിട്ടിയിരുന്നില്ല. ബട്ട് it is quite different when compared to other people in that caste. Ambedkar, he got well educated. The person from his caste, he was the first person from his caste. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജാതിയിൽ നിന്ന് അദ്ദേഹം ആദ്യത്തെ ആളായിരുന്നു. അദ്ദേഹം എഡ്യൂക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞു. ആൻഡ് വെന്റ് ടു ഇംഗ്ലണ്ട് ടു ബിക്കം എ ലോയർ. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ലോയറായി. ആൻഡ് ഹി എൻകറേജ് ദിസ് ദളിത് പീപ്പിൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജാതിയിലുള്ള ആൾക്കാരെ അദ്ദേഹം എൻകറേജ് ചെയ്തു ടു ഗെറ്റ് എഡ്യൂക്കേഷൻ ടു ദെയർ ചിൽഡ്രൻ. ആ എഡ്യൂക്കേഷൻ മാത്രമാണ്, ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുക മാത്രമാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നുള്ള പോംവഴിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബിക്കോസ് എഡ്യൂക്കേഷൻ മേക്ക് ദ പീപ്പിൾ പെർഫെക്റ്റ്. അല്ലേ? അപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ളവർക്ക് ഉയർന്ന പൊസിഷനുകളിൽ ജോലി ചെയ്യാൻ പറ്റിയാൽ മാത്രമേ സമുദായത്തിൽ നിന്ന് ഇതിൽ നിന്നുള്ള രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, സോ ഹി അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹി അഡ്വൈസ്ഡ് ദ പീപ്പിൾ ഇൻ ഹിസ് കാസ്റ്റ് ടു ഗീവ് ദ ചിൽഡ്രൻ ദെയർ ചിൽഡ്രൻ ടു ഗീവ് ബെറ്റർ എഡ്യൂക്കേഷൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ ശ്രമഫലമൊക്കെ ആയിട്ട് ധാരാളം ചേഞ്ചസ് അദ്ദേഹത്തിന്റെ സമുദായങ്ങളിൽ തന്നെ വന്നു. അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചു ഇതിനൊരു അവസാനം ഉണ്ടാവണം. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് he joined and he also urged Dalits to take on different kinds of government jobs in order to move out of the caste system. അങ്ങനെ അദ്ദേഹം ദളിത് ഇങ്ങനെയുള്ള വിഭാഗങ്ങളിൽപ്പെട്ടവരെ അവരെ ഉദ്ബോധിപ്പിച്ച്, അല്ലെങ്കിൽ അവൾക്ക് ഒരു ഉണർവൊക്കെ കൊടുത്തു, അവരെ ബോധവൽക്കരിച്ചു. ഇങ്ങനെ സമുദായത്തിലുള്ള മറ്റുള്ളവരെ പോലെ ഉയർന്ന തസ്തികകളിൽ അല്ലെങ്കിൽ ഉയർന്ന ജോലിയിലൊക്കെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വേണം. അതുകൊണ്ട് മക്കൾക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെ ഉയർന്ന ജോലികളിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു സാമുദായികമായിട്ടുള്ള ഈ അവഗണനയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു. Later in life he converted to Buddhism in his search for a religion that treated all members equally. അദ്ദേഹം അങ്ങനെ ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. അല്ലെ? അദ്ദേഹം ബുദ്ധമത വിശ്വാസിയായി. ആൻഡ് ഇൻ ബുദ്ധ റിലീജിയൻ ദർ ഇസ് നോ സച്ച് ഡിഫറൻസസ് വേർ ദെയർ. ബുദ്ധ റിലീജിയൻ ബുദ്ധമതത്തിൽ അങ്ങനെയുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മതം എല്ലാ വിശ്വാസികളെയും ഒരേപോലെയാണ് കണ്ടിരുന്നത്. ആൻഡ് ഡോക്ടർ അംബേദ്കർ ബിലീവ് ദാറ്റ് ദളിറ്റ്സ് മസ്റ്റ് ഹാവ് ദ റൈറ്റ് ഫോർ ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ് കാസ്റ്റ് സിസ്റ്റം. അദ്ദേഹം പറഞ്ഞു
നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ ഇങ്ങനെയുള്ള ജാതി തിരിവിനൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാമുദായിക വേർതിരിവിനെതിരായിട്ട് പോരാടണം. എന്നാൽ മാത്രമേ നമ്മുടെ സമുദായത്തിന് ഉന്നമനം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ബെറ്റർ ഫെസിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ്. അങ്ങനെ ഹി ടേക്കൺ ലോട്ട് ഓഫ് എഫേർട്സ് ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദിസ് ദളിത് കമ്മ്യൂണിറ്റി. അങ്ങനെ അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടൊക്കെ ധാരാളം മാറ്റങ്ങൾ ദളിത് സമുദായം അദ്ദേഹത്തിന്റെ തന്നെ സമുദായങ്ങളിൽ ഉണ്ടായി. ഓക്കെ, അതുപോലെ തന്നെ there is a lot of fight were there. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ ധാരാളമായിട്ടുള്ള മൂവ്മെന്റുകൾ ഉണ്ടായി. ഇതിനൊക്കെ എതിരായിട്ട് ആളുകളെ ബോധവൽക്കരിച്ചു. ഇങ്ങനെയുള്ള സാമുദായിക സോഷ്യൽ റിഫോമേഴ്സ്, ഇങ്ങനെയുള്ള അംബേദ്കറെ പോലെയുള്ള ധാരാളം ആളുകളുടെ ശ്രമഫലമായിട്ട് പിന്നീട് ധാരാളം സമരങ്ങളും മറ്റുമൊക്കെ നടന്നു ഈ ഇങ്ങനെയുള്ള അസമത്വങ്ങൾക്കെതിരായിട്ട്. There was a lot of protest against this kind of practices, discrimination, caste system, and at last when the British people came, the people fought against not only for freedom but they fought against this type of inequalities in the society. അങ്ങനെ സൊസൈറ്റിയിൽ അങ്ങനെ ധാരാളം സമരങ്ങളും മറ്റുമൊക്കെ നടന്നു. അങ്ങനെയൊക്കെയാണ് പിന്നീട് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് സമാപനം ആകുന്നത്. ഓക്കെ ചിൽഡ്രൻ, ഇറ്റ് ഈസ് ടൈം ടു വൈൻഡ് അപ്പ്. വി ക്യാൻ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ഹൂ വാസ് ഡോക്ടർ അംബേദ്കർ ആൻഡ് ഹൗ ഹി വർക്ക്ഡ് ഫോർ ദ ബെറ്റർമെന്റ് ഓർ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ദളിത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. അദ്ദേഹത്തിന് നേരിട്ട ബെറ്റർ എക്സ്പീരിയൻസ് അല്ലേ, അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അനുഭവപ്പെട്ട ആ ഒരു വേദനാജനകമായ അനുഭവം, അദ്ദേഹം എത്രത്തോളം അപമാനിതനായി. അങ്ങനെയുള്ള അദ്ദേഹത്തെ പോലെയുള്ള ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർക്ക് ഇങ്ങനെയുള്ള ധാരാളം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോ ബിക്കോസ് ഓഫ് ഹിസ് എഫേർട്സ് he advised his caste people to fight against this and to get better, to give better education to their children. അങ്ങനെ അദ്ദേഹത്തെ പോലെയുള്ള പല ആളുകളുടെ ശ്രമഫലമായിട്ട് ധാരാളം സമരങ്ങളും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രൊട്ടസ്റ്റുകൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാസ്റ്റ് സിസ്റ്റം, ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ നേരിട്ടവർ അവരെ ഒന്നിച്ചു നിന്ന് ഫൈറ്റ് ചെയ്തു. അവരോടൊപ്പം ധാരാളം സോഷ്യൽ റിഫോമേഴ്സ് ഓൾസോ വർക്ക് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പീപ്പിൾ. അങ്ങനെയാണ് പിന്നീട് ഇങ്ങനെയൊരു ജാതി വ്യത്യാസം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. ഓക്കെ, we can study more about this in the next class. Thank you. You should read page number 19, 20 and 21. Okay children, thank you.